ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ഭാഗത്തിലെ വിസർജനം എക്സ്ക്രീഷൻ വരുന്നിടത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ചോദ്യം ചോദിക്കുന്ന ഒന്നാണ് നമ്മുടെ കിഡ്നി അഥവാ വൃക്ക. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമുക്ക് ഫുൾ സെറ്റാകും, കളർഫുൾ ആയിട്ടുള്ള ഡയഗ്രാംസും ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മൾ നോക്കുക, കിഡ്നിയിലേക്ക് വരുന്ന രണ്ട് ആൾക്കാർ, കിഡ്നിയിൽ നിന്ന് വരുന്നതും കിഡ്നിയിൽ നിന്ന് പോകുന്നതുമായിട്ടുള്ള രണ്ട് കുഴലുകൾ. അപ്പോൾ നമ്മൾ അയോട്ട അഥവാ മഹാധമനി ഇതാ ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഈ കാണുന്നതാണ് ഇത് നമ്മളുടെ അയോട്ട അഥവാ നമ്മളുടെ മഹാധമനി. ഓക്കെ, അപ്പോൾ ഈ മഹാധമനി ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, രണ്ട് ശാഖകളായിട്ട് മാറുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റീനൽ ആർട്ടറി. കിഡ്നിയുമായി ബന്ധപ്പെട്ടതിനെ നമ്മൾ റീനൽ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത് ആർട്ടറി ആയതുകൊണ്ട് ആർട്ടറി. ഓക്കെ, അഥവാ വൃക്കാധമനി. റെഡി? അതേപോലെ ഇതിൽ നിന്ന് രക്തത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട് അല്ലേ. യെസ്, വരാനും പോവാനും ഒരാളുണ്ട്. അതാണ് ആര്, നമ്മളുടെ റീനൽ. ഈ ബ്ലൂ കളറിലുള്ളതാണ് നമ്മളുടെ റീനൽ വെയിൻ അഥവാ വൃക്കസിര. ഓക്കെ, പിന്നീട് നമ്മളെ വീനക്കാവയിലേക്കൊക്കെ എത്തുന്ന നമ്മളുടെ വൃക്കസിര അഥവാ റീനൽ വെയിൻ. ഓക്കെ, ഇത്രയുമാണ് നമുക്കിവിടെ രണ്ട് ആൾക്കാരുള്ളത്. ഓക്കെ, റെഡി? ആൻഡ് ഈ ഒരു കിഡ്നീനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പുറമേ ഒരു ഭാഗവും ഉള്ളിലൊരു ഭാഗമുണ്ട്. ഓക്കെ, ഈ പുറമേ ഉള്ള ഭാഗത്തിനെ നമുക്കതിനെ കളർ ചെയ്യാം. അയ്യോ, ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കളർ ചെയ്തിട്ട് നമുക്ക് മഞ്ഞ കളർ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ പുറമേ ഉള്ള ഭാഗമുണ്ട്, ഉള്ളിലുള്ള ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ഈ പുറമേ ഉള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മൾ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. ഓക്കെ, കോർട്ടെക്സ്. റെഡി? ഇതിൻ്റെ അകത്തുള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഡുല്ല. ഓക്കെ, കോർട്ടെക്സും മെഡുലയും. ഇതാണ് നമുക്ക് രണ്ട് ആൾക്കാരെന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് എന്തുണ്ട്, നമ്മുടെ കിഡ്നി. ഓക്കെ, ഇതാണ് നമ്മളെ കിഡ്നി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറേ ഫിൽട്ടർ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. അതാണ് ആര്, നമ്മളുടെ നെഫ്രോൺസ് എന്ന് പറയും അല്ലേ. ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. നമ്മൾ നെഫ്രോൺസ് എന്നാണ് ഇതിനെ വിളിക്കുക. ഓക്കെ, റെഡി? എന്നിട്ട് ഇതെല്ലാം ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യമില്ലാത്ത നമ്മളുടെ യൂറിയ പോവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ബൾജ് ചെയ്ത ഭാഗമുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, പെൽവിസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇതിനാണ് നമ്മൾ പെൽവിസ് എന്ന് വിളിക്കുക. റെഡി? ആൻഡ് ഇത് താഴേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക, യുറേറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, യുറേറ്റർ അഥവാ മൂത്രവാഹി. ഓക്കെ, ഇത് ചെന്ന് എവിടെ അവസാനിക്കുക, നമ്മളുടെ യൂറിനറി ബ്ലാഡറിൽ അല്ലേ. യൂറിനറി ബ്ലാഡർ. റെഡി? മൂത്രസഞ്ചി, യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രാശയം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. യെസ്, അപ്പോൾ ഇതാണ് എന്ത്, നമ്മളെ കിഡ്നിയിലെ ആൾക്കാർ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കിഡ്നിയിലെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതാണ് എന്ത്, നമ്മളുടെ നെഫ്രോൺസ് അല്ലെ, നെഫ്രോണുകൾ. റെഡി? ഇനി ആ നെഫ്രോണിന്റെ സ്ട്രക്ചറും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നെഫ്രോൺ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു കപ്പ് പോലെ ഒരാളുണ്ട് അല്ലേ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ അല്ലേ. ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇതിനകത്തുള്ള ആ ഒരു ഫിൽട്ടർ ചെയ്യുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക, ഗ്ലോമെറുലസ് അല്ലേ. ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ഒരു വെസലിനെ നമ്മൾ എന്താ വിളിക്കുക, അവിടുന്ന് വരുന്നതിനെ എഫറന്റ് വെസൽ എന്ന് പറയാം അല്ലേ. എങ്ങോട്ടോ പോകുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇഫറന്റ്, അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്നതിനെ ഇഫറന്റ് വെസൽ എന്ന് വിളിക്കാം. റെഡി? യെസ്, റെഡി? ഇഫറന്റ് വെസൽ എന്ന് വിളിക്കാം. ഇഫറന്റ് വെസൽ ഇതാ ഇങ്ങനെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ റീനൽ വെയിൻ ആയിട്ട് പോകുന്നത് പുറത്തേക്ക്. ഓക്കെ, റീനൽ വെയിൻ അഥവാ വൃക്കാസിര ആയിട്ട് പുറത്തേക്ക് പോകും. നമ്മൾ നേരത്തെ കണ്ട വൃക്കാസിര. ഓക്കെ,
റെഡി? ഇനി ഇതാ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആര്? നമ്മളുടെ റീനൽ ട്യൂബ്യൂൾ. ഓക്കെ, റീനൽ ട്യൂബ്യൂൾ, വൃക്ക നാളി. ഓക്കെ, റീനൽ ട്യൂബ്യൂൾ. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് കാണുന്നതാണ് എന്ത്? നമ്മളുടെ കളക്റ്റിംഗ് ഡക്റ്റ്. കളക്റ്റിംഗ് ഡക്റ്റ്, ശേഖരണ നാളി. കഴിഞ്ഞു. റെഡി? നെഫ്രോണിന്റെ സ്ട്രക്ചറും എന്ത് ചെയ്തു? നമ്മൾ സൂപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡയഗ്രാംസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡയഗ്രാംസിൽ നിന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് വരച്ച് നോക്കുക. എന്നിട്ട് ഇതൊക്കെ ഇതേപോലെ ലേബൽ ചെയ്ത് നോക്കുക. എക്സാമിൽ ലേബൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് പിക്ചർ ഒന്ന് റീഡ്രോ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ലേബൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊന്ന് വരച്ച് പഠിച്ച് സെറ്റാക്കിയിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇനി ഏത് ഡയഗ്രാം ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് മിസ് ഒരു കുഞ്ഞു ക്വസ്റ്റ്യനും കൂടി തരാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ തരാ? ഓക്കെ, അപ്പൊ ഇതാണ് എന്താ നമ്മളുടെ കിഡ്നി അല്ലെ. അപ്പൊ കിഡ്നിക്ക് എന്തുണ്ട്? 2 ഭാഗങ്ങളുണ്ട്. ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം അല്ലെ. അപ്പൊ ഈ പുറമേയുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേരെന്താ എന്നുള്ളത് എന്ത് ചെയ്യുക, എൻ്റെ മക്കളൊന്ന് താഴെ കമന്റ് ചെയ്യുക.